സീ ഫുഡ് പ്ലാറ്റർ. പേര് കേട്ടൊന്നും ഞെട്ടണ്ട. വെരി റീസെന്റ് വൈറലായ ഒരു ഐറ്റം ഇത്. സീ ഫുഡ് ബക്കറ്റ്, കടൽക്കൂട്ട് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ഐറ്റം നമ്മൾ തൂക്കി. പക്ഷേ എനിക്ക് ബക്കറ്റൊന്നും കിട്ടിയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോളിൽ ഞാനത് തട്ടി. ഞങ്ങൾ ബീച്ച് സൈഡിലാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പല റെസ്റ്റോറൻറ്റുകളിൽ ഈ സംഭവം കിട്ടുമെന്ന് എനിക്കറിയാം. ഒരു റെസ്റ്റോറൻറ്റ് വൈബ് പിടിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലും. പക്ഷെ അതിലൊരു ത്രില്ലുണ്ടോ? പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല കേട്ടോ. സീ ഫുഡ്, ഷെൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയം വേണം. ഈ ഡീറ്റെയിലിംഗ് വളരെ ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മളെല്ലാവരും പരിസരം നോക്കാതെ ഈ ഷെല്ല് പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അല്ലെ, രണ്ട് കൈയും യൂസ് ചെയ്യും. പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ സ്പ്ലാഷ് ചെയ്ത് തെറിക്കും. ഫ്ലഷ് സക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ടൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ടേബിൾ മാനേഴ്സിന് ക്ലാസ് എടുക്കുന്നവരുടെ കൂടെ ഈ പരിപാടിക്ക് പോകാതിരിക്കുക. ബിക്കോസ് ഇതിങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ടേബിളിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. 2-3 പേരെ കൊണ്ടൊന്നും ഇത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ബക്കറ്റ് ആയിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ കൊണ്ട് മറിക്കുന്നത്. കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടു തന്നെ നമ്മുടെ വയറ് നിറയും. അതുകൊണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പോകാതെ സമയം എടുത്ത് പ്രിപ്പയർ ആയി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിന്റെ കൂടെ മാത്രം പോവുക. സംഭവം അടിപൊളിയാണ്. വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഗ്രേവിയൊക്കെ വി ക്യാൻ പ്രിപ്പയർ ദ ഗ്രേവി വിത്തൗട്ട് ഒത്തിരി ഓയിലില്ലാതെ ഒത്തിരി സോസ് ഇല്ലാതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻജോയ് യുവർ സൺഡേ.